നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് ഭരണാനുമതി ലഭിച്ചുവെന്ന് കെ.വി. സുമേഷ് എം.എൽ.എ. വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോഴിക്കോട് NIT നടത്തിയ പരിശോധനയ്ക്ക് ശേഷം സമർപ്പിച്ച സേഫ്റ്റി ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് 4,27,98,673 രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് ഭരണാനുമതി നൽകിയത്. ഇതിന്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുവാനുള്ള ടെൻഡറുകൾ ഒരാഴ്ചക്കകം പുറത്തിറക്കുമെന്നും സുമേഷ് പറഞ്ഞു. സെപ്റ്റംബറിലായിരുന്നു പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം പ്രവർത്തനം ആരംഭിച്ചത്. നിലവിൽ വാക്ക്വേ, ഇരിപ്പിട സൗകര്യങ്ങൾ, ടോയ്ലറ്റ് എന്നിവ പുല്ലൂപ്പിക്കടവിൽ സഞ്ചാരികൾക്ക് തുറന്നു നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് തുറന്ന് പ്രവർത്തിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും MLA പറഞ്ഞു. നമ്മുടെ പുല്ലൂപ്പിക്കടവിലെ ടൂറിസം പദ്ധതിയുടെ നിങ്ങൾക്കറിയാം, നമ്മുടെ ജില്ലയിലെ തന്നെ ഒരു വളരെ വേഗതയിൽ പൂർത്തീകരിച്ച ഒരു ടൂറിസം പദ്ധതിയാണ് പുല്ലൂപ്പിക്കടവ് ടൂറിസം പദ്ധതി എന്ന്. എന്നാൽ 8 മാസം കൊണ്ട് അത് നിർമ്മാണം ആരംഭിച്ച് അത് പൂർത്തിയാക്കപ്പെട്ടു. മാത്രമല്ല, പ്രകൃതി രമണീയമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിൽ ഒരു കേന്ദ്രമായിട്ട് അത് മാറുകയും ചെയ്തു. 4,1,50,000 രൂപയാണ് പാസ്സാക്കിയത്. പിന്നീട് അത് റിവേഴ്സ് എസ്റ്റിമേറ്റ് അവർ കമ്പനി കൊണ്ട് 4,27,98,673 രൂപ റിവേഴ്സ് എസ്റ്റിമേറ്റ് ആയിട്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അപ്പം അത് സംബന്ധിച്ച് ഒട്ടേറെ വാർത്തകൾ ഇടയിൽ വന്നിരുന്നു. നമ്മുടെ ഈ ടൂറിസം പദ്ധതികൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഈ ടൂറിസം പദ്ധതി ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ച പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നടത്തിപ്പിന് DTPC ടെൻഡർ ചെയ്ത ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്യുക. സാധാരണ അതിൻ്റെ ഒരു പ്രോസസ്സ് അതാണ്. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രമേശനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.